നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിനാഥ് പിള്ളി. ഹൃദയാഘാതം ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയാണ്. ചെറുപ്പക്കാർക്ക് പോലും ഇന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട്. ധാരാളം ആളുകൾ ഹൃദയാഘാതം വന്ന് മരിച്ചു പോകുന്നുമുണ്ട്. ഏതാണ്ട് ലോകത്ത് തന്നെ 40% ആൾക്കാരും ഹൃദയാഘാതം വന്ന് മരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയാഘാതം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊളസ്ട്രോൾ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊളസ്ട്രോൾ നമ്മുടെ കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു. നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ രക്തം അതുമൂലം ലഭിക്കുന്നില്ല. അതുമൂലമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് കൊളസ്ട്രോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഹൃദയാഘാതം ഉണ്ടായ ഒരാളുടെ രക്തം പരിശോധിച്ച് നോക്കുമ്പോൾ അയാളുടെ കൊളസ്ട്രോൾ നോർമലാണ്. അതെന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയൊരു സംഭവം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി. ഹൃദയാഘാതം വന്ന ഒരാളുടെ രക്തം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴുണ്ട് കൊളസ്ട്രോളൊക്കെ നോർമലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൊളസ്ട്രോളാണ് ഹൃദയാഘാതം ഉണ്ടാക്കുന്നത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അത് നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ഹൃദയാഘാതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന കൊളസ്ട്രോളാണ് HDL കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മറ്റ് ചില കൊളസ്ട്രോളുണ്ട്, അതിനെ ചീത്ത കൊളസ്ട്രോൾ അല്ലെ ബാഡ് കൊളസ്ട്രോൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവയാണ് ഹൃദയാഘാതം ഉണ്ടാകുവാൻ പ്രധാന കാരണമാകുന്നത്. അത് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളാണ്, LDL കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളാണ്, ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ചീത്തയാണ്, VLDL എന്ന കൊളസ്ട്രോൾ ചീത്തയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കൊളസ്ട്രോളുകളും അതെറോജനിക് കൊളസ്ട്രോളാണ്. അതായത് അത് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൊളസ്ട്രോളുകളാണ്. അപ്പോൾ ഈ LDL കൊളസ്ട്രോളാണ് ഏറ്റവും ചീത്ത കൊളസ്ട്രോൾ. ഈ LDL കൊളസ്ട്രോൾ എങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്ന് നമ്മളന്ന് അറിയണ്ടേ. ഈ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അത് നമ്മുടെ ധമനികൾക്കുള്ളിൽ അടിഞ്ഞുകൂടുന്ന ഒരു കൊളസ്ട്രോളാണ്. അത് സാധാരണഗതിയിൽ LDL അത്ര ചീത്തയല്ല. പക്ഷേ LDL നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് എന്നും പറഞ്ഞ് ഒരു വിഷവസ്തു നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് റിയാക്ഷൻ വരുമ്പോഴാണ് ഈ LDL കൊളസ്ട്രോൾ ഓക്സിഡൈസ്ഡ് LDL ആയി മാറുന്നു. ഈ ഓക്സിഡൈസ്ഡ് LDL ആണ് നമ്മുടെ ധമനികളിൽ, കൊറോണറി ധമനികൾക്കുള്ളിൽ പറ്റിപ്പിടിക്കുന്നു. അതവിടെ വീണ്ടും പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അതിൻ്റെ ഈ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയും. അതായത് ഈ ധമനികൾ, ഹൃദയ ധമനികളുടെ ജനിതാവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. അതായത് അതിൻ്റെ വ്യാസം കുറയുന്നു, ഉൾവ്യാസം കുറയുന്നു, അതിൽ കൂടി ഓടുന്ന രക്തത്തിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ പിന്നെ ഈ ബ്ലോക്ക് വലുതായി കഴിഞ്ഞ് നല്ല ഫുൾ ബ്ലോക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് ഒട്ടും രക്തം കിട്ടാതെ വരികയും അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ LDL കൊളസ്ട്രോൾ ഒരു വശത്ത്, പിന്നെ അതുപോലെ തന്നെയാണ് ട്രൈഗ്ലിസറൈഡ്, അതും ഒരു ബാഡ് കൊളസ്ട്രോളാണ്. VLDL കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കൊളസ്ട്രോളുകളും ഈ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി ഹൃദയപേശികൾക്ക് രക്തവും ഓക്സിജനും കിട്ടാതെ വന്ന് ഹൃദയപേശികൾ ഓരോന്നായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതത്തിന് വഴിവെക്കുന്നത്. ചില പേഷ്യൻറ്റുകളിൽ ഈ LDL കൊളസ്ട്രോളും ബാക്കിയുള്ള എല്ലാ ചീത്ത കൊളസ്ട്രോളും നോർമലാണ്. പക്ഷേ എന്നിട്ടും അവർക്ക് ഹൃദയാഘാതം ഉണ്ടായി. അപ്പോൾ അതെന്താണ് എന്ന് ഗവേഷകർ ചിന്തിച്ചപ്പോഴാണ് അതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് അവർ നമ്മെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, ഇത് രണ്ടിനും അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വ്യത്യാസമുണ്ട്, അതിൻ്റെ പാർട്ടിക്കിൾ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. ഈ LDL കൊളസ്ട്രോൾ തന്നെ നമ്മൾ അപ്പോലിപ്പോപ്രോട്ടീൻ എന്ന ഒരു പ്രോട്ടീനുമായിട്ട് ചിലപ്പോൾ സംയോജിക്കാറുണ്ട്. അപ്പോൾ LDL കൊളസ്ട്രോൾ അപ്പോലിപ്പോപ്രോട്ടീനുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലിപ്പോപ്രോട്ടീനാണ് ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്നത്. ഈ ലിപ്പോപ്രോട്ടീൻ Aയും അതിറോജനിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കൊളസ്ട്രോളാണത്. അതിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളത് സാധാരണഗതിയിൽ നോക്കാറില്ല. ലിപ്പോപ്രോട്ടീൻ A നമ്മൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. അത് സാധാരണഗതിയിൽ 20 മില്ലിഗ്രാമാണ് സാധാരണ വേണ്ടത്. അത് 30-ൽ കൂടുതലാണ് പലർക്കും. ചിലപ്പം ചിലർക്ക് അത് 50-ൽ കൂടിയിരിക്കാം. ഇന്ത്യയിലെ 25% ആൾക്കാർക്കും ലിപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയാഘാതം കൂടുതലായിട്ടും ഇന്ത്യക്കാർക്കാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്.
അതിൻ്റെ ഒരു കാരണം ഈ ലിപ്പോപ്രോട്ടീൻ എയുടെ അളവ് ഇന്ത്യക്കാരിൽ കൂടുതലാണ് എന്നത് മാത്രമാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ HDL കൊളസ്ട്രോളിനും ചിലപ്പോൾ കൂടിയിരുന്നു കഴിഞ്ഞാലും HDL കൊളസ്ട്രോൾ നമുക്കറിയാം കൂടിയിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. സാധാരണഗതിയിൽ അത് പുരുഷന്മാരിൽ ഏറ്റവും കുറഞ്ഞാൽ 50 വേണം. സ്ത്രീകളിലാണെങ്കിൽ 50 കൂടുതലാണ് സാധാരണ HDL കൊളസ്ട്രോൾ. ഈ HDL കൊളസ്ട്രോളിനെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അത് നമ്മുടെ LDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ധമനികളിൽ അടിഞ്ഞുകൂടുന്ന LDL കൊളസ്ട്രോളിനെ അവിടെ നിന്നും പൊക്കിയെടുത്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ കരളിലെത്തിച്ച് മാറ്റുന്നു. അങ്ങനെ രക്തത്തിലെ LDL കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുന്ന, അല്ലെ ധമനികളിൽ ഒട്ടിപ്പിടിക്കുന്ന LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന ഒരു ലിപ്പോപ്രോട്ടീനാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ HDL. അപ്പോൾ HDL നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്, നമുക്ക് ഹൃദയാഘാതത്തിന് സംരക്ഷണം നൽകുന്ന പ്രവൃത്തിയാണ്. പക്ഷേ എല്ലാ HDLും ഒരുപോലെ അല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. HDL കൊളസ്ട്രോളിൽ തന്നെ പാർട്ടിക്കിൾ അതിൻ്റെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ സൈസും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ HDL കൊളസ്ട്രോളിൽ ചില കൊളസ്ട്രോൾ മാത്രം ഈ LDL കൊളസ്ട്രോളിനെ വഹിക്കാനുള്ള കഴിവ് ചിലതിന് കൂടുതലുണ്ട്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ വഹിക്കാൻ കഴിവുള്ള, കൂടുതലായിട്ട് വഹിക്കാൻ കഴിവുള്ള HDL കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ HDL കൊളസ്ട്രോൾ വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ ആ പാർട്ടിക്കിൾ സൈസും അതുപോലെ തന്നെ സൈസും വ്യത്യാസമുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഈ LDL കൊളസ്ട്രോൾ വഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂടിയിരുന്നാലും അങ്ങനെയുള്ളവർക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല HDL കൊളസ്ട്രോൾ ഇങ്ങനെ കൂടിയിരുന്നു കഴിഞ്ഞാലും ചിലർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഈ കൊളസ്ട്രോളിനെ ഒരു വില്ലനാക്കി നമ്മളെപ്പോഴും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു പദാർത്ഥമാണ്. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഈ നെർവിൻ്റെയൊക്കെ മൈലിൻ ഷീത്ത് കൊളസ്ട്രോൾ കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മുടെ ഓരോ കോശങ്ങൾക്കും കൊളസ്ട്രോൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിനൊക്കെ കൊളസ്ട്രോൾ വേണം. അപ്പോൾ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊളസ്ട്രോളിൻ്റെ ഏതാണ്ട് 85% നമ്മുടെ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ ആഹാരത്തിൽ കൂടി കഴിക്കുന്ന കൊളസ്ട്രോൾ ഏതാണ്ട് 15% ഉള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ കൂടി കൊളസ്ട്രോൾ ചെന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം അത് അത്രയ്ക്ക് പ്രയോജനമുള്ള ഒന്നാണ്. പിന്നെ ആഹാരത്തിൽ കൂടി കൂടുതലായിട്ട് ചീത്ത കൊളസ്ട്രോൾ അല്ലെ ചീത്ത കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് പലർക്കും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ കൂടും, LDL കൊളസ്ട്രോൾ കൂടും, ട്രൈഗ്ലിസറൈഡ് കൂടും, ഇങ്ങനെ VLDL കൂടും. അപ്പോൾ അങ്ങനെയാണ് കൊളസ്ട്രോൾ പ്രോബ്ലംസ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്ന വ്യക്തിയാണെങ്കിലും ട്രൈഗ്ലിസറൈഡ് ചിലപ്പോൾ കൂടും. നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് റെഡ് മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ എണ്ണ കൂടുതലുള്ള, അതായത് വറുത്തവും പൊരിച്ചതും ഒക്കെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലും. എണ്ണയെന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള കൊഴുപ്പാണ്. അപ്പോൾ അതും നമുക്ക് നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ സാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചീത്ത കൊഴുപ്പുകളെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. ഈ കൊളസ്ട്രോൾ ലെവൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് വേണം. അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ നോക്കുമ്പോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് തരം തിരിച്ച് നമ്മൾ എല്ലാ കൊളസ്ട്രോളും കൂടെ നോക്കിയാൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ ലിപ്പോപ്രോട്ടീൻ എ കൂടി നോക്കാം. അതായത് ലിപ്പോപ്രോട്ടീൻ എ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാരിലൊക്കെ മിക്കവരിലും കൂടുതലാണ്. അത് ഹൃദയാഘാതത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സാധാരണ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആണെങ്കിലും എന്തുകൊണ്ട് ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്നതിനെപ്പറ്റി ഒരറിവ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് തീർച്ചയായിട്ടും കാണാം.